ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി കാരമൽ ടോഫിയാണ്. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന കാരമൽ ടോഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു പാൻ എടുത്ത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ലോ ഫ്ലെയിമിൽ മെൽട്ടാക്കി എടുക്കണം. ഒന്ന് മെൽട്ടായി വന്നാൽ പിന്നെ ഇളക്കി കൊടുക്കണം. അതൊന്ന് മെൽട്ടായി വന്നാൽ അതിലേക്ക് 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇനി അതിലേക്ക് അരക്കപ്പോളം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ സാധാ വിപ്പിംഗ് ക്രീം ഇല്ലേ, അത് ഒഴിച്ചു കൊടുത്താലും മതി. ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ എടുത്തു വെച്ച് ലൂസായത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഹണി ഒഴിച്ചു കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ ഗീ ആയാലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂണിൽ താഴെ വാനില എസൻസ് ഇട്ട് കൊടുക്കണം. ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഇതുപോലെ കട്ട പിടിച്ചുണ്ടാകണം, എന്നാലേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് കറക്റ്റ് പാകം. ഇനി ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വല്ലാത്ത ഹാർഡായിരിക്കും. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫോയിൽ ആയാലും മതി. എയർ ബബിൾസ് കളയാൻ വേണ്ടി തട്ടിക്കൊടുക്കാം. പ്ലാസ്റ്റിക്കോ മറ്റോ എടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. ഒരു 4-5 മണിക്കൂർ വരെ ഇത് പുറത്ത് വെച്ച് കൊടുക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഒരു 6 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തത്. ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ സാധാ പോലെ കഴിച്ചാലും മതി. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ കാരമൽ ടോഫി തയ്യാറായിട്ടുണ്ട്. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.